എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു മത്തിക്കറിയാണ്. അപ്പോൾ നല്ല 4 മത്തി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചട്ടിയാണ്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയുമാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വെളുത്തുള്ളിയും പിന്നെ ഒരു 10-15 കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഏകദേശം ഒരു നല്ല രീതിയിൽ വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇളക്കി ഒരു 10 മിനിറ്റോളം ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് ഞാനൊരു ഇടത്തരം തക്കാളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. നന്നായിട്ട് തക്കാളിയും വഴന്നൊന്ന് ഉടഞ്ഞ് വരണേ. അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ച് കൊടുക്കണം. ഇപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിത് മൂടി വെച്ച് വേവിക്കാനായിട്ട്. ഇനിയിപ്പം നമ്മുടെ തക്കാളിയെല്ലാം ഞാനൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ മൂടി വെക്കുവാണ്. ഒരു 10-15 മിനിറ്റോളം ഒന്ന് ഇതൊന്ന് ചെറുതീയിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി തീ കൂട്ടി വെക്കരുത്, ചട്ടി പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. ഉടച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിതൊന്ന് ഉടച്ചു കൊടുക്കുവാണ്. നന്നായിട്ട് ഉടഞ്ഞു വന്നപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ്. അതിനുശേഷം 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവയൊന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പം ഒരു 5 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കുടംപുളി ഒരു 2 കഷ്ണം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ചാറ് എത്രയാണോ ആവശ്യം അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇളക്കി കൊടുത്തിട്ട് നോക്കിയപ്പം വെള്ളം പോരാ, കുറച്ചും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉള്ളിക്ക് മാത്രമേ ഉപ്പ് ഇട്ട് കൊടുത്തുള്ളായിരുന്നു. അപ്പോൾ മീനും ഇപ്പോൾ പുളിയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനാവശ്യമായ ഉപ്പ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. അതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലതായിട്ട് നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മത്തി ഇട്ട് കൊടുക്കാം. മത്തി വെട്ടിത്തേച്ചെഴി നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് തവി ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മത്തിയൊക്കെ ഈ ചാറിനകത്ത് മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു 3-4 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണല്ലോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം എരിവ് കുറച്ച് കുറവ് ആണല്ലോ മുളക് പൊടിക്ക്. അതുകൊണ്ട് ഞാൻ 3-4 പച്ചമുളക് എരിവുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മീൻകറിക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കരുത്. ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ട് നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. കപ്പ വേവിച്ചതിൻ്റെ കൂടെയും ചക്ക വേവിച്ചതിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മത്തിക്കറിയാണേ. അപ്പോൾ ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഞാനൊന്ന് നോക്കുവാണേ. ഇനി ഇതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച കരിവേപ്പിലയും കൂടി ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് മൂടി വെക്കണം. തീ ഓഫ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വരുവേ. അപ്പം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. ഇനിയൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മത്തിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.